ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. പക്ഷേ സിമ്പിളായ വെബ്സൈറ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് കുറച്ച് വലിയ പ്രയോജനമാണ്. കാര്യം നമുക്ക് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിലുള്ളവരൊക്കെ തന്നെ എപ്പോഴും ഒരുപാട് വെബ്സൈറ്റുകൾ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരുപാട് വെബ്സൈറ്റുകൾ നമ്മൾ ഡെയിലി ഇങ്ങനെ വാച്ച് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകൾ ഇങ്ങനെ കണ്ടു വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫോണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഫോണ്ട് നമുക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രോജക്റ്റിനത് യൂസ് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് പെട്ടെന്ന് തോന്നാറുണ്ട്. പല ഡിസൈനേഴ്സും നമുക്ക് എപ്പോഴും തോന്നാറുള്ള ഒരു ഫീലാണത്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ, അത് ഏത് വെബ്സൈറ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ഫോണ്ട് ആ വെബ്സൈറ്റിൽ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആ ഫോണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള്, അത് ഫോണ്ടിൻ്റെ നെയിം മാത്രമല്ല, ഫോണ്ടുമായി ബന്ധപ്പെട്ടുള്ള HTML ചെയ്യുന്ന ആൾക്കാർക്ക് HTMLലെ ഫുള്ള് ടാഗ്, ഫോണ്ടിന് യൂസ് ചെയ്തിരിക്കുന്ന വെയിറ്റ്, ഫോണ്ടിൻ്റെ കളേഴ്സ് എന്ന് വേണ്ട ഫോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വെബ്സൈറ്റിൽ എത്ര ഫോണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ ആ ഫോണ്ടുകളുടെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ തരുന്ന ഒരു സൂപ്പർ കൂൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത്. fontofweb.com എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ടൊരു ഇൻ്റർഫേസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് www.example.com എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു വെബ്സൈറ്റ് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ദെൻ അനലൈസ് എന്ന് പറയുന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിലെ ഫുൾ ഫോണ്ടുകളും നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു www.youtube.com ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു വെബ്സൈറ്റിൽ നമ്മുടെ youtube.com എത്ര ഫോണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആദ്യം ഇവിടെ കാണിക്കുക. 2 ഫോണ്ട്സ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത് റോബോട്ടോ എന്ന് പറയുന്ന ഫോണ്ടും വൈറ്റി സാൻസ് എന്ന് പറയുന്ന ഫോണ്ടുമാണ്. അതിനുശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ HTML ഡീറ്റെയിൽസ്, അതിൻ്റെ വെയിറ്റ് ഏതാണ്, അതിൻ്റെ ലൈൻ ഹൈറ്റ്, ഫോണ്ട് സൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ H1, H2, H3 ഇതൊക്കെ HTML ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കാം. അല്ലാത്ത ഡിസൈനേഴ്സും ഓർത്തിരിക്കുക, ഹെഡിങ് 1, ഹെഡിങ് 2 എന്നൊക്കെ പറയുന്ന നമ്മുടെ HTML ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റിൻ്റെ ഓരോ സ്റ്റൈലിങ്ങുകളും ഇവിടെ പ്രത്യേകം ആയിട്ട് അവർ കാണിച്ചിരുന്നുണ്ട്. ഓരോന്നിൻ്റെ ഫോണ്ടിൻ്റെ സൈസുകളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫുൾ ഫോണ്ടുകളാണ് നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് സ്റ്റൈലുകളെല്ലാം അവർ ഷോ ചെയ്ത് തരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു വളരെ പ്രധാനപ്പെട്ട ഏതൊരു വെബ്സൈറ്റ് നിങ്ങൾ കണ്ടിരുന്നാലും അതിൻ്റെ ഡൊമൈൻ ഇവിടെ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, അനലൈസ് ചെയ്യുക, ആ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടുന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാം. ഓക്കെ, അതിനോടൊപ്പം തന്നെ അവർ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ആ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് അവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഫോണ്ട് ഇപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ഫോണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഈ ഫോണ്ട് എവിടുന്ന് ഡൗൺലോഡ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ തരുന്നതുകൊണ്ട് നമുക്കിപ്പോൾ നല്ല വലിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചില നല്ല വെബ്സൈറ്റുകളിൽ കാണുന്ന, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ കാണുന്ന ഫോണ്ട് നമുക്കും ഒന്ന് ഇമിറ്റേറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നാറുണ്ട്. അപ്പോൾ നമ്മുടെ നല്ലൊരു പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ഫോണ്ട് നമുക്ക് ഈസി ആയിട്ട് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പെയ്ഡ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് അതിനെ ലിങ്ക് ചെയ്ത് തരും. അവിടുന്ന് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ എപ്പോഴും നമ്മൾ വെബ്സൈറ്റുകൾ ചെയ്യുന്നവർ മാത്രമല്ല, യൂസർ ഇൻ്റർഫേസിങ്ങിലും UX-ലും ഗ്രാഫിക്സിലും എല്ലാം ഉള്ള എല്ലാ ആൾക്കാരും നല്ല വെബ്സൈറ്റുകൾ, വളരെ ട്രെൻഡി ആയിട്ടുള്ള വെബ്സൈറ്റുകൾ എപ്പോഴും നമ്മൾ ഡെയിലി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല ബെറ്റർ ടൈപ്പോഗ്രാഫി ഇതിൽ നിന്ന് നമുക്ക് ഫോണ്ടുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലൊരു വെബ്സൈറ്റിൽ വന്നിട്ട് നമുക്ക് ആ ഫോണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അതെടുത്ത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോജക്റ്റുകൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് തുടർന്നുള്ള പ്രോജക്റ്റുകളിലൊക്കെ തന്നെ ഇതുപോലുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോണ്ടുകൾ, മറ്റുള്ള നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫോണ്ടുകളേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രൊഫഷണൽ ഫോണ്ടുകൾ അതിന് മാച്ചായ രീതിയിൽ എടുക്കാൻ ഈ ഒരു വെബ്സൈറ്റ് വളരെയേറെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.